ഡിയർ ഫ്രണ്ട്സ്, അടുത്ത തവണ നമുക്ക് സാധാരണക്കാരന് വേണ്ടി നല്ലൊരു അടിപൊളി കളക്ഷൻ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഡിലക്സ് തന്നെയാണ്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ടൗണിൽ മച്ചിങ്ങലിലാണ്. മലപ്പുറത്ത് നിന്ന് കാലിക്കറ്റ് റൂട്ടിലായിട്ട് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിലാണ്. നമ്പർ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ കൊടുക്കും. അപ്പോൾ ചെറിയ ബഡ്ജറ്റ് നല്ല അടിപൊളി കാർ നോക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഡീസലിൽ നല്ല മൈലേജ് ഏകദേശം 18 മൈലേജ് കിട്ടുന്ന ഒരു ഫോർഡ് ഫിഗോ കെൽട്ടൺ രജിസ്ട്രേഷൻ ആണ്. 12 നല്ല ഫാൻസി നമ്പറൊക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം. അതിനായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ 2013 വണ്ടി അല്ലേ? യെസ്, ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ്. എത്ര കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 90,000 കിലോമീറ്റർ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ അല്ല, സിംഗിൾ ഓൺഷിപ്പ് ആണ്. തേർഡ് ഓണർ അല്ലേ? എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് നമ്മൾ ചോദിക്കണത് 1.45. 1.45 അല്ലേ? ചെറുതായിട്ട് ലോൺ ചെയ്യാൻ പറ്റുമോ? ഇതിന്മേൽ ലോണ് നമുക്ക് ചോദിക്കേണ്ടി വരും. സെർട്ടൊക്കെ വേണമെങ്കിൽ അടുത്തുള്ളവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ദെൻ അടുത്ത തവണ നമുക്കൊരു 800 ആണ്. ഓൾട്ടോ 800 KL65 നമുക്ക് തിരുവങ്ങാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 സിംഗിൾ ഓണർ. 2018 സിംഗിൾ ഓണർ വണ്ടി അല്ലേ? കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 1 ലക്ഷം അല്ലേ? എഞ്ചിന് മെക്കാനിക്കലി ഫിറ്റ് അല്ല വണ്ടി? വണ്ടി സർവീസ് ഒക്കെ പക്കയല്ല വണ്ടി? ഓക്കെ. എത്ര ചോദിക്കുന്നത് ഇതിന്? ഇതിന് നമ്മള് 2.75 അല്ലേ? നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 2.25 വരെ ലോൺ വെച്ച് 2.25 10-25 രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതാ നമുക്ക് എന്ന് യുവാക്കൾ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി വാഹനമാണ് പോളോ. അതിനൊരു പൊളി കളർ ബ്ലൂയിഷില് KL59 തളിപ്പറമ്പ് രജിസ്ട്രേഷനിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2014 സിംഗിൾ ഓണർഷിപ്പ്. 2014 സിംഗിൾ ഓൺഷിപ്പ് വണ്ടി അല്ലേ? 70,000 കിലോമീറ്റർ ഓട്ടം. 70,000 കിലോമീറ്റർ. ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? പെട്രോൾ ആണ്. ഏത്? GT ആണോ? GT അല്ല, കംഫർട്ട് ലൈൻ ആണ്. കംഫർട്ട് ലൈൻ ആണ്. പിന്നെ സ്റ്റിക്കർ ഇതാണ് അല്ലേ? കംഫർട്ട് ലൈൻ മിഡിൽ ഓപ്ഷൻ ആണ് വരുന്നത്. 40,000 കിലോമീറ്റർ. 70,000 കിലോമീറ്റർ അല്ലേ? എത്ര ചോദിക്കുന്നത് നമ്മൾ ഇതിന്? 4 ലക്ഷം. 4 ലക്ഷം രൂപ അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു 1 ലക്ഷം രൂപ ഇറക്കാം. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. 70,000 കിലോമീറ്റർ ഒരു കിടിലൻ വണ്ടി. മിസ്ബുഷിന്റെ ഒരു സിഡിയാണ്. വേറെ റയർ ആയിട്ട് വരുന്നൊരു ആദ്യകാല രാജാവ് എന്ന് പറയാം അല്ലെ? ഒരു പ്രീമിയം വെഹിക്കിൾ ആയിരുന്നു. KL7 എറണാകുളം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2006 മോഡൽ. 2006 മോഡൽ. പേപ്പറൊക്കെ എങ്ങനെയായിരുന്നു? പേപ്പർ നമുക്ക് ഇനി ഒരു 2 വർഷം ഉണ്ടാവില്ല. ഇത് ഡീസലാ അതോ പെട്രോളോ? പെട്രോൾ അല്ലേ? സിഡിയ. ABS ഒക്കെ വരുന്നുണ്ടോ? ഒരു പ്രീമിയം ലെവൽ വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത് നമ്മൾ ഇതിന്? ഇതിന് നമ്മൾ ചോദിക്കണത് 4 ഡോർ പവറിന്റെ കാര്യങ്ങൾ, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 1.60 ഓട്ടം. എത്ര ചോദിക്കുന്നത് ഇതിന്? ഇതിന് 1.40. 1.40 ആണ് നമ്മൾ ചോദിക്കുന്നത് അല്ലേ? അടുത്ത ഒരു ഈക്കോ ഒരു വൈഡ് വീലൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2011 വണ്ടി അല്ലേ? KL46 ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 50 ഓടിയിട്ടുണ്ട്. ഇന്റീരിയറൊക്കെ നോക്കി നിങ്ങൾ നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ. കൊമേഴ്ഷ്യൽ ആയിട്ടും അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഫാമിലിക്ക് ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. എത്ര ചോദിക്കുന്നത് ഇതിന്? ഇത് 1.75. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് 1.25 വരെ ചെയ്യാൻ പറ്റും അല്ലേ? മോഡൽ ഏതെന്ന് പറഞ്ഞാൽ? 2011 മോഡൽ. കിലോമീറ്റർ 50,000 കിലോമീറ്റർ. ഇത് നമുക്കൊരു ലോഡ്ജ് ആണ്. 7 സീറ്റർ. ചെറിയ ബഡ്ജറ്റിൽ ഒരു 7 സീറ്റർ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കേൾട്ടൺ രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത്. ഇങ്ങനത്തെ മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2015 റീ രജിസ്ട്രേഡ് ഉണ്ട് കേട്ടോ. 2015 റീ രജിസ്ട്രേഷൻ വാഹനമാണ്. അടിപൊളി വാഹനമാണ്. ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. 6 സീറ്റർ ആണ് വരുന്നത്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 90,000. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? എത്ര ചോദിക്കുന്നത് ഇതിന്? ഇതിന് 3.25 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 2.5 വണ്ടി ഇറക്കാൻ പറ്റും. 2.5 ലോൺ കിട്ടും. ഇത് നമുക്കൊരു മൈക്രയാണ്. നിസാന്റെ മൈക്ര 2012 മോഡൽ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.40 അല്ലേ? ഇതൊക്കെ നല്ല കിടുവാണ്. ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ലേ? പുഷ്പേട്ട് സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്നത്. ഇത് ഡീസൽ അതോ പെട്രോളോ? ഡീസൽ. മൈലേജ് ഒരു 22 ഒക്കെ എന്തായാലും പ്രതീക്ഷിക്കാം അല്ലേ? 22-23 പ്രതീക്ഷിക്കാം. അത്യാവശ്യം നല്ല ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. KL29 ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് എത്ര ചോദിക്കുന്ന പറഞ്ഞാൽ? ഇത് 2.30. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 1.5 വരെയൊക്കെ നമുക്ക് ലോൺ 1.5 വരെയൊക്കെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഇത് നമുക്കൊരു സണ്ണി സെയിം മൈലേജ് എന്നാൽ നല്ല സ്പേഷ്യസും പെർഫോമൻസ് ഒക്കെ നോക്കുന്നവർക്ക് ബെറ്റർ ഓപ്ഷൻ ആണ്. റീവണ്ടി ആണ് അല്ലേ? 13 2013 റീ രജിസ്ട്രേഷൻ ആണ്. ഡീസൽ ഉള്ള വണ്ടിയായിരുന്നു. ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു?
ഇത് എക്സൽ. ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള വണ്ടി. അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഫാമിലി കാറാണ്. എത്ര നമ്മുടെ ചോദ്യം? ഇത് 2.25. 2.25. നമുക്ക് എത്ര വരെ ലോൺ ചെയ്യാൻ പറ്റും? ഇതിന് 2 വരെയൊക്കെ ചെയ്യാം. 2 വരെയൊക്കെ ചെയ്യാം. ഇത് നമുക്കൊരു ഫുൾ ബ്ലാക്കിൽ ഒരു ഓൾട്ടോ LXi ആണ് വരുന്നത് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2012 ഫുൾ ബ്ലാക്ക് വണ്ടി അല്ലേ? കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 140. 140. ഓണർഷിപ്പോ? ഓണർഷിപ്പ് 6. അത്യാവശ്യം ഓണർഷിപ്പ് ആയിട്ടുണ്ട് അല്ലേ? പക്ഷേ വണ്ടി എഞ്ചിന് മെക്കാനിക്കലൊക്കെ എന്തായിരുന്നു പാട്? ഒക്കെ പക്കയാണ് വണ്ടി അല്ലേ? നമുക്ക് അതിലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. എത്ര രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും? നമുക്ക് കുറച്ച് കൊടുക്കാം. 1.35 കൊടുക്കാം. 1.35. 2012 മോഡല്, അന്നത്തെ ഫുൾ ലോഡ് ഫുൾ ബ്ലാക്ക് ആൾട്ടോ അല്ലേ? 800 MPFI ആണോ? MPFI AC ഒക്കെ വർക്ക് ചെയ്യുന്ന വണ്ടി അല്ലേ? 18 വടകര രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡല്? 2006 മോഡല്. 2006 MPFI ആണ്. AC വർക്കിംഗ് ആണ്. എഞ്ചിനൊക്കെ കിടുവല്ലേ? എഞ്ചിനൊക്കെ പക്ക. നിലവിൽ വർക്കൊന്നും ചെയ്യിക്കാനില്ലല്ലോ? ഒന്നുമില്ല. നല്ല കണ്ടീഷനുള്ള വണ്ടി. നമുക്ക് എത്രക്ക് കൊടുക്കാം? നമുക്ക് ഒരു 52 രൂപ കൊടുക്കാം. 52 രൂപയ്ക്ക് അല്ലേ? പേപ്പറൊക്കെ എങ്ങനെയായിരുന്നു? പേപ്പർ ഇനി 1.5 വർഷം. 1.5 വർഷം കൂടി പേപ്പറും ഉണ്ട് അല്ലേ? ഇത് നമുക്കൊരു മാഗ്ന പ്ലസിൽ ഉണ്ടായിട്ട് ഒരു ഇയോണ് KL14 കാസർഗോഡ് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. AC പോസ്റ്ററിംഗ്, 2 ഡോർ പവർ വിൻഡോ, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല അടിപൊളി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തൊരു വാഹനമാണ്. കമ്പനി ഇൻബിൾട്ട് സ്റ്റീരിയോ, ഫ്രണ്ടിൽ നമുക്ക് ബക്കറ്റ് സീറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നൊരു അടിപൊളി മോഡൽ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2014. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? 3ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 75. എത്ര ചോദ്യം? ഇത് ചോദിക്കണേ നമ്മള് 1.25. 1.25 അല്ലേ? നമുക്ക് എത്ര രൂപയ്ക്ക് ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 60 റുപ്യ ഇറക്കാൻ പറ്റും. വീണ്ടും നമുക്കൊരു സണ്ണി തന്നെയാണ്. സിംഗിൾ ഓണർ വണ്ടി. ഒറിജിനൽ കേരള ആണോ? ഒറിജിനൽ കേരള സിംഗിൾ ഓണർ. ഓപ്ഷൻ ഏതായിരുന്നു? ഇത് എക്സൽ. കിലോമീറ്റർ കാര്യങ്ങള്? കിലോമീറ്റർ 1.20. റീപ്ലേസ് ഒന്നുമില്ല. ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമ്മള് 2.65 ചോദിക്കുന്നുണ്ട്. 2.60. ചെറുതായിട്ടൊക്കെ മാറ്റം വരുത്തി കൊടുക്കാം. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് 1.5 ലക്ഷം വരെയൊക്കെ ലോൺ ചെയ്യാം. 1.5 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം. ഇതിലൊക്കെ നല്ല കിടുവാണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയില്ല. ഫ്രണ്ട്സ്, നമ്മളിന്ന് ബഡ്ജറ്റ് കാറുകളൊക്കെ ആയിട്ട് നമ്മൾ ഡിലക്സിലായിരുന്നു. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ അത്യാവശ്യം നല്ല മോഡൽ കൂടിയ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. സോ നിങ്ങളെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. സ്മിറിയാസ് സൈനിങ് ഓഫ്.